ചെറുപ്പക്കാരെ, നിസ്കാരം ഖളാക്കരുത്, അനാവശ്യങ്ങളിൽ ഇടപെട്ടു പോകരുത്, ഹറാമുകളിൽ പെട്ടുപോകരുത്, സ്ത്രീ പുരുഷ സങ്കലനങ്ങൾ കൂടിയ കാലത്ത് വൃത്തികേടുകളിൽ പെടരുത്, കല്യാണ വീടുകളിൽ അനാവശ്യം നിറഞ്ഞ കാലത്ത് നമ്മൾ അതിന് വിധേയരാകരുത്, മാതാപിതാക്കളെ ഒരാളെയും വെറുപ്പിക്കരുത്, അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവർക്ക് സേവനം ചെയ്തു കൊടുക്കണം, അവർക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയ്ക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിക്കണം, കഴിയുന്നത്ര സമയം SSFന് സേവനം ചെയ്യണം, SYSകാർ SYSന് വേണ്ടി അധ്വാനിക്കണം. SYSന്റെ 30ാം വാർഷികം കർണാടക സ്റ്റേറ്റ് ഈ മാസം 24 മംഗലാപുരത്ത് നടക്കുന്നുണ്ട്. അതിന്റെ പ്രചരണം ഇവിടെ എല്ലാ വീട്ടിലും എത്തണം, എല്ലാ നാട്ടിലും എത്തണം. ഇവിടെയുള്ള പരമാവധി ആളുകളെ മംഗലാപുരത്ത് സമ്മേളന നഗരിയിൽ എത്തിക്കണം. SYSന്റെ കർണാടക സംസ്ഥാന 30ാം വാർഷികം ഒരു ചരിത്ര സംഭവമാക്കാൻ ഇവിടെയുള്ളവർ പരിശ്രമിക്കണം. അതുപോലെ സമസ്തയുടെ 100ാം വാർഷികം വരുന്നു. ഇനി അങ്ങോട്ട് 100ാം വാർഷികം വരെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം, വേണ്ട പ്രചാരണങ്ങൾ നടത്തണം. സമ്മേളനത്തോടൊപ്പം നമ്മുടെ ഉലമാഇന്റെ സന്ദേശം നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഒരു വിഭാഗത്തിലെയും ഒരു സയ്യിദിനെയും നമ്മൾ കുറ്റം പറയണ്ട, ഒരു ആലിമിനെയും കൊച്ചാക്കണ്ട, ഒരു പണ്ഡിതന്മാരെയും കുറ്റം പറയാൻ പോകണ്ട. പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾ ഇടപെടണ്ട, അതവര് നോക്കിക്കോട്ടെ. നമ്മൾ സാധാരണക്കാരാണ്, നമ്മൾ നമ്മുടെ ലോകത്ത് നിന്ന് പ്രവർത്തിക്കണം. ഏത് പ്രസ്ഥാനത്തിൻ്റെതാണെങ്കിലും സയ്യിദ് സയ്യിദാണ്, ആലിം ആലിമാണ്. നമ്മൾ ഒരാളെയും നിന്ദിക്കരുത്, ഒരാളെയും അവഹേളിക്കരുത്, ഒരാളെയും ചീത്ത പറയരുത്. നാട്ടിൽ സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളുമുള്ള പ്രദേശമാണ്. ഒരു മതവിഭാഗക്കാരെയും നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, അവരുടെ അവകാശങ്ങളെ നിരാകരിക്കാൻ പാടില്ല, അവരുടെ ആരാധനകളെ കളിയാക്കാൻ പാടില്ല, അവരുടെ ആരാധ്യവസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല. നമ്മൾ നമ്മുടെ ചിട്ടയിൽ തഖ്വയോടെ ജീവിക്കണം, അല്ലാഹുവിനെ മറക്കാൻ പാടില്ല.